കേരളക്കരയാകെ മഴ പെയ്തൊഴിയുന്നുണ്ടെങ്കിലും തോരാതെ പെയ്ത മഴ അവസാനിച്ചത് വൻ ദുരന്തത്തിലേക്കാണ്. സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്തമാണ് വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ. ഇന്ന് ഒരു നാട് മുഴുവൻ നാമാവശേഷമായി. നിരവധി വീടുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അവിടം ഇന്ന് മരുഭൂമിക്ക് സമാനമായ പ്രദേശമായി മാറിയിരിക്കുകയാണ്. മഴക്കാലത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക് ജനവാസമേകാൻ ക്യാമ്പായി മാറിയിരുന്ന വെള്ളാർമല GVH വിദ്യാലയമില്ല. തീവ്രമഴയിൽ വെള്ളോലിമലയുടെ മുകളിൽ നിന്ന് നിമിഷനേരം കൊണ്ട് ഉരുൾപൊട്ടി എത്തിയതോടെ ഒറ്റപ്പെട്ടു പോയത് ആ പ്രദേശത്തുള്ള ജനങ്ങളാണ്. ദുരന്തം നേരിൽ കണ്ടവരെല്ലാം വിങ്ങി പൊട്ടുകയാണ് ഉറ്റവരെ ഓർത്ത്. പലരുടെയും കൺമുമ്പിലൂടെയാണ് ഓരോ ജീവനുകളും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പേടിയോടെ മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയത്. കൈപിടിച്ച് കൂടെ ഉണ്ടായിരുന്നവർക്കൊന്നും തന്നെ ചെയ്യാനായില്ല. പെട്ടെന്നുണ്ടായ ആഘാതം നിശ്ചലമാക്കിയത് ഒരുപാട് ജീവിതങ്ങളെയാണ്. ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായി എന്ന് വിലയിരുത്തുന്നത് ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതി അനുസരിച്ചാണ്. എങ്കിലും അടിസ്ഥാന കാരണം അതിശക്തമായ മഴ തന്നെയെന്ന് പറയാം. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ അടിസ്ഥാന കാരണവും അതിശക്തമായ മഴ തന്നെയാണെന്നാണ് കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്ര ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടത്. ഓരോ മണ്ണിനും ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിന്റെ പരിമിതിയുണ്ട്. ആ പരിമിതിക്കപ്പുറം എത്തിയാലാണ് മണ്ണ് വെള്ളം സ്വീകരിക്കാതിരിക്കുകയും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടാവുന്നതെന്നാണ് വിവരം. അതുമല്ലെങ്കിൽ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം മൂലവും ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്നും പറയപ്പെടുന്നുണ്ട്. ഭൂമിക്കടിയിൽ മണ്ണൊലിപ്പുണ്ടാകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ്. മലകളുടെ മുകൾ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല, പകരം മണ്ണിന്റെ അല്ലെങ്കിൽ മലയുടെ അടിഭാഗത്ത് തുരങ്കം രൂപപ്പെടുകയും അതിലൂടെ മണ്ണും വെള്ളവും കല്ലും ഒഴുകി പോകുന്നതാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മേൽഭാഗത്തെ കുന്ന് താഴുകയും ഒറ്റയടിക്ക് അടിവാരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയും ഇത് ഉരുൾപൊട്ടലിന് കാരണമാകുകയും ചെയ്യും. അതേസമയം ഇപ്പോൾ അപകടമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം മുൻ വർഷങ്ങളിലോ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപോ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഈ സാഹചര്യം ഈ കനത്ത മഴയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രദേശവാസികളിൽ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല, പുത്തുമല ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ദുരന്തമുണ്ടായ മുണ്ടക്കൈയും ചൂരൽമലയും. ചെറിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ സമയം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും പലരും ആ ഭാഗത്ത് നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുമുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കാതെയായിരുന്നു മുണ്ടക്കൈയിലും ചൂരൽമലയും ഉരുൾപൊട്ടിയത്. ഇന്ന് ദുരന്തമുഖത്ത് ഇപ്പോഴും കനത്ത മഴയെയും ചെളിയും സ്വന്തം ആരോഗ്യവും വകവെക്കാതെയാണ് NDRFും സൈന്യവും ഉൾപ്പെടെ നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മണ്ണിനടിയിലുമായി മനുഷ്യജീവനുകൾ തിരയുന്നത്. ദുരന്തത്തിൽ 1596 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. മരണസംഖ്യ 274 ഉയർന്നു. നിലവിൽ ഇനിയും 191 പേരെ കണ്ടെത്താനുമുണ്ട്. ഓരോ ഭാഗത്തും പുതിയ സാങ്കേതിക സംവിധാനം വെച്ച് മനുഷ്യജീവനുകൾ തിരയുമ്പോൾ എത്രത്തോളം ഇനിയും ഉയരുമെന്ന കാര്യം പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് ആ ഭൂമിയിൽ.